എനിക്ക് ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ സംശയത്തിന് അനുഭവത്തിൽ ആർക്കെങ്കിലും ഗുണം കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ഒരു അനുഭവം വന്നിട്ട് ഈ യൂറിൻ തെറാപ്പി കൊണ്ട് ആർക്കെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊരു വിശദീകരണം തന്നിട്ടുണ്ടെങ്കിൽ നന്നാവുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറേ മാസം 2 മാസത്തോളമായി ഷോൾഡറും ഭയങ്കരമായ പെയിന്. ഇപ്പം ഓർത്തോൻ്റെയും ന്യൂറോൻ്റെയും ഒക്കെ ഡോക്ടറെ കാണിച്ച് ഒരുപാട് മരുന്ന് കഴിച്ച്. അപ്പോൾ മരുന്ന് കഴിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് നീർക്കെട്ടാണ്, പിന്നെ ആ ഞരമ്പിൻ്റെ ഉള്ളിലെ നീർക്കെട്ടാണ്, മസിലിൻ്റെ ഉള്ളിൽ മസിൽ വേദനമാണ് എന്നൊക്കെ പറഞ്ഞ് ഗുളിക കഴിക്കുക എന്നല്ലാണ്ട് യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഇതിന് യൂറിൻ തെറാപ്പിയിൽ ചികിത്സ ഉണ്ടോ? യൂറിൻ തെറാപ്പിയായി ബന്ധപ്പെട്ട ചികിത്സ ഇതിന് ഗുണകരമാവുമോ എന്നുള്ള ആരെങ്കിലും ഒന്ന് അനുഭവത്തിലേറ്റ് എന്തെങ്കിലും ഗുണം കിട്ടിയ ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിശദീകരിച്ചാൽ നന്നാവുമായിരുന്നു. ഇത്തരം ചോദ്യങ്ങൾ എല്ലാവരും പൊതുവേ ചോദിക്കാറുള്ളതാണ്. യൂറിൻ തെറാപ്പി ചെയ്താൽ എൻ്റെ ഇന്ന രോഗം മാറുമോ? വാസ്തവത്തിൽ ഇത്തരത്തിൽ 10,000 രോഗങ്ങളെങ്കിലുമുണ്ട്. ഓരോ തരം രോഗം ബാധിച്ചവർക്കും ഇതേ ചോദ്യം ചോദിക്കാവുന്നതാണ്. ഇക്കാര്യത്തിൽ മാറും അല്ലെങ്കിൽ മാറില്ല എന്നുറപ്പ് പറയാൻ നമുക്ക് എങ്ങനെ കഴിയും? ആധികാരികമായിട്ട് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഓരോ രോഗത്തിനും യൂറിൻ ഉപയോഗിച്ച് ക്ലിനിക്കൽ ട്രയൽ നടത്തി ശാസ്ത്രീയമായി തെളിവുണ്ടാക്കാനുള്ള പ്രക്രിയയിൽ വിജയിച്ചാൽ മാത്രമേ യേസ് എന്ന് ഉറപ്പ് പറയാൻ കഴിയൂ. വിജയിച്ചില്ലെങ്കിൽ നോ എന്ന് പറയാം. എന്നാൽ യൂറിൻ ഉപയോഗിച്ച് ഓരോ രോഗവും മാറുമോ എന്ന ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ ശാസ്ത്രം ഇതുവരെയും നടത്തിയിട്ടില്ല. പിന്നെ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുക ഏതെങ്കിലും ഒരു രോഗം യൂറിൻ ഉപയോഗിച്ചപ്പോൾ മാറിയ വ്യക്തിയുടെ അനുഭവം ചൂണ്ടിക്കാട്ടുക എന്നത് മാത്രമാണ്. അത് പക്ഷേ അയാളുടെ മാത്രം അനുഭവമാണ്, അനുഭവ സാക്ഷ്യം. നിങ്ങളും പരീക്ഷിച്ച് നോക്കൂ, സൈഡ് ഇഫക്ട്സ് ഒന്നും തന്നെ ഉണ്ടാവില്ലല്ലോ, ധൈര്യമായി ചെയ്യാമല്ലോ എന്നേ പറയാൻ കഴിയും. നമ്മുടെ ശരീരം നാം ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോൾ നമുക്ക് കുടിക്കാൻ വേണ്ടി തന്നെ ഉൽപ്പാദിപ്പിച്ച പോഷകസമൃദ്ധമായ രക്തദ്രാവകമായ പ്ലാസ്മയാണ് മൂത്രം എന്നതുകൊണ്ടാണ് സൈഡ് ഇഫക്ട്സ് ഒന്നും ഉണ്ടാകാത്തത്. പിന്നെ മൂത്രത്തിലുള്ള ഘടകങ്ങളെല്ലാം തന്നെ, അതായത് ഇതുവരെ കണ്ടെത്തിയ 3100ഓളം സൂക്ഷ്മ ഘടകങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും രോഗത്തെ തടയുന്നതിനും ശേഷിയുള്ള ഘടകങ്ങളാണ് എന്ന് ശാസ്ത്രം തന്നെ തെളിയിച്ചിട്ടുണ്ട്. മൂത്രത്തിലുള്ള ഹോർമോണുകൾക്കും എൻസൈമുകൾക്കും വിറ്റാമിനുകൾക്കും ധാതുലവണങ്ങൾക്കുമെല്ലാം പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഉണ്ട്. ഏത് രോഗത്തെയും ചെറുക്കുന്നതിനായി രക്തത്തിൽ രൂപപ്പെട്ടു വരുന്ന ആൻറ്റിബോഡികൾ മൂത്രത്തിലുണ്ട്. ഏത് അവയവ കോശമായി മാറാനും അവയവങ്ങളുടെ ഡാമേജുകൾ പരിഹരിക്കാനും കഴിയുന്ന മൂലകോശങ്ങളും അഥവാ സ്റ്റെം സെല്ലുകളും മൂത്രത്തിലുണ്ട്. ഹാനികരമായ ഒന്നും തന്നെ മൂത്രത്തിലില്ല. നമ്മുടെ ഉദരത്തിലും കുടലിലുമുള്ള മിത്ര ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിലൂടെ യൂറിയയും ക്രിയാറ്റിനും എല്ലാം ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങളായി മാറുന്നുണ്ട്. യൂറിയ രോഗാണുനാശിനിയും ആൻറ്റി ഓക്സിഡൻറ്റും അതുപോലെ നീര് തടയുന്നതിന് കഴിയുന്ന ഇൻഫ്ലമേഷൻ തടയുന്ന ഘടകവും ഒക്കെയാണ്. യൂറിക് ആസിഡിനും യൂറിയക്കുമെല്ലാം ക്യാൻസർ നാശക ശേഷിയുമുണ്ട്. ക്യാൻസറിനും ബ്ലോക്കിനും വന്ധ്യതയ്ക്കും ചർമ്മരോഗത്തിനും ഗർഭാശയ രോഗങ്ങൾക്കും എല്ലാമുള്ള മരുന്നുകൾ ഇന്ന് മനുഷ്യമൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത്രയേറെ ഔഷധ ഗുണം ഉള്ളതുകൊണ്ടാണ് UT ചെയ്യുന്നവർക്ക് രോഗം മാറുന്നത്. അതിനാൽ ഏതെങ്കിലും ഒരു രോഗം മാറുമോ എന്ന് ചോദിക്കാതെ സ്വന്തം രോഗങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കുക. പ്രായോഗികമായി UT ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് അതിൽ പരിജ്ഞാനമുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കുക. അതിനുശേഷം സ്വന്തം അനുഭവം എന്താണെന്ന കാര്യം തുറന്ന് പറയുക. അങ്ങനെ സമൂഹത്തിന് പ്രയോജനപ്രദമായ ഈ അറിവ് പരമാവധി പ്രചരിപ്പിക്കുക. നന്ദി.